അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ജക്കൂസി പൂൾ ദൂരെ ഐലൻഡ്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ. അതിന് വേറൊരു സർപ്രൈസ് ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ കണ്ടപ്പം പുള്ളി ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഈ ഹോട്ടലിൻ്റെ വീഡിയോയും എടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ ഈ പുള്ളിക്കാരിയും പെട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ, ഇതിൻ്റെ ഹോസ്റ്റ് ഷിമോണ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. മോർണിംഗ്. ഇതാണ് ഞങ്ങൾ കഴിക്കാനിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഓക്കെ. Yes, we do. Yeah, everything. No problem. Yeah. Okay. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് വന്നിട്ട്. മീൻസ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അത് അവരുടെ തന്നെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു തുടങ്ങി. കുറച്ച് ബ്രെഡ്, അതിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സ്പ്രെഡ്സ്, മീൻസ് എന്താ പറയുക, ഇപ്പം പീനട്ട് ബട്ടർ, പിന്നെ ജാം, അതുപോലെ നെറ്റല്ല, അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ 2 ക്രോസോൺ, പിന്നെ ഞങ്ങൾക്ക് ബേക്കണും അത് ഇതൊക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റം വരുന്നുണ്ടല്ലേ. അതുപോലെ ഞങ്ങളൊരു ഓറഞ്ച് ജ്യൂസും പിന്നെ ഒരു കോഫിയും പറഞ്ഞു. ഇതാണ് വ്യൂ, കാൽഡേറ വ്യൂ. നേരത്തെ ഇവിടെ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു, അവർ പോയി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെ അതാണ് ഞങ്ങളുടെ പൂള്, അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അതാണ് പറയുന്ന ഒരു വോൾക്കാനോ ഐലൻഡ്. ചെറിയൊരു ബിൽഡിങ് അതിൻ്റെ ബിൽഡിംഗ് അല്ല, മീൻസ് അവിടെ ബോട്ടൊക്കെ ഇപ്പോഴും കിടക്കുന്നതാണ്, ആൾക്കാർ പോയതായിരിക്കും. സോ ഇന്ന് നല്ല അടിപൊളി വെതറാണ്, ചെറിയ കാറ്റുണ്ട്. ഇന്നലെ നൈറ്റ് മൊത്തം ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഇന്നലെ നൈറ്റ് മൊത്തം. പക്ഷെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. നല്ല ക്ഷീണമുള്ളതുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ജ്യൂസും പിന്നെ കോഫിയും വന്നു. മിൽക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ കോഫി വന്നു, ഓറഞ്ച് ജ്യൂസ് വന്നു. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. മെയിൻ കോഴ്സ് വന്നതിന് ശേഷം കാണിക്കാം. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ ഞങ്ങളുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. കുറച്ച് ബേക്കണും ഇതൊക്കെ വെച്ചിട്ടുള്ള ഐറ്റമാണ്. ഒലീവ്സ് ഉണ്ട്, ഗ്രീക്ക് സാലഡ് ഉണ്ട്. ആ ലീഫിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ എവിടെ നിന്നോ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അത് ഇവരുടെ ഒരു സ്പെഷ്യലാണ്. അത് ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ ഒരു ബ്രെഡിൻ്റെ അകത്ത് എനിക്ക് തത്സിക്കാണോ എന്ന് എനിക്കറിയില്ല, തത്സിക്ക പോലെയുണ്ട്, പക്ഷേ വേറെ എന്തോ ഒരു ഐറ്റം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓംലെറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. കംപ്ലീറ്റ് ഐറ്റം വന്നില്ലായിരുന്നു, ഒരു ഡെസേർട്ടും കൂടെ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. കട്ട് ഫ്രൂട്ട്സ് വിത്ത് അതിൻ്റെ കൂടെ എന്താ യോഗട്ടാണെന്ന് തോന്നുന്നു അല്ലേ, ഗ്രീക്ക് യോഗട്ട് ഹണിയാണ് അതിനകത്ത്. കൊള്ളാം. ഒരുപാട് ഐറ്റം ഉണ്ട്, ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ആ സാധനം ഓപ്പൺ ആക്കി നോക്കി, അതിനകത്ത് റൈസാണ്, ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് രുചി, ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് രുചി. അതിന് കുഴപ്പമില്ല. ഇത് ചീസാണ്, ഇത് ബേക്കൺ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫിറ ബസ് സ്റ്റേഷനിലെത്തി. ഇതൊക്കെ പബ്ലിക് ബസ്സാണ്. അപ്പം ഇവിടെ ഇപ്പം വിൻ്റർ ടൈം ആണെങ്കിൽ ഇവിടെ സമയം എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. 10 ബസ് പോയി, ഇപ്പോൾ 10:30. ഇനി 11:15 ഉള്ളൂ, 1.25 മണിക്കൂർ. അതായത് നമ്മൾ ഏകദേശം 11:15 അല്ലേ? ഓക്കെ, 11:15 അടുത്ത ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ അതിലേക്ക് ഇറങ്ങി നടന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. 15 മിനിറ്റ് മുന്നേ നമ്മൾ സ്റ്റേഷനിൽ എത്തണം എന്നാണ്
ChatGPT സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴും 10-15 മിനിറ്റ് മുന്നേ ഒക്കെ ബസ് എടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ആ ബസ് സ്റ്റേഷൻ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൺഡേ ആൻഡ് സാറ്റർഡേ ടൈം ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ. അതുപോലെ തന്നെ ഫിറേന്ന് തിരിച്ചുള്ളത് അത് പെരീസ എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്കുള്ളത്. ഇത് കമാരി എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്കുള്ളത്. അങ്ങനെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കറണ്ട് ഡീറ്റെയിൽസ് എപ്പോഴും ഇവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും. റെഡ് ബീച്ച് ഫ്രം ഫിറ അതും പറഞ്ഞ എയർപോർട്ട്. ഓക്കെ, എയർപോർട്ടിലേക്കുള്ള ബസ്സും ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് 7:15 സ്റ്റാർട്ട് ചെയ്ത് 8:30 10 മണി. ഇതിപ്പം വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ടൈമിങ്. അല്ലെങ്കിൽ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും എല്ലായിടത്തേക്കും ബസ്സുണ്ട്. ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്. സോ അങ്ങനെ നമ്മളിവിടെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ആരെയോ പിടിച്ചു പോലീസുകാർ. ആ ബൈക്കുകാരനെ പിടിച്ച് ലൈസൻസ്, ഹെൽമെറ്റ് ഉണ്ട്, ബുക്കും പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പുള്ളി. അപ്പോൾ ഇതുപോലത്തെ ബസ്സായിരിക്കും, ടൂറിസ്റ്റ് ബസ് പോലെ ഉണ്ട്. പക്ഷേ ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതിലേതെങ്കിലും ഒരു ബസ്സായിരിക്കണം നമുക്ക് 11:15 അങ്ങോട്ടേക്ക് എടുക്കുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് ഇറങ്ങി നടന്നിട്ട് 11:15 ആകുമ്പോഴത്തേനും തിരിച്ചു വരാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ആ പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചും കൂടെ സമയമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. അവിടെ നമ്മൾ കാണാത്ത കാഴ്ചകൾ എന്തെങ്കിലും സാന്റോറിനിയിലുണ്ടോ എന്ന്. ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ആ ഫിറ ഏരിയയിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് താമസിക്കുന്ന ആ ഒരു ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഡോംസ് ഒക്കെ ഉള്ളു, അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നു കഴിയുമ്പം ഒരു നോർമൽ ലൈഫാണ് ഇവരുടെ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ലോക്കൽസിൻ്റെ ഒരു ഏരിയ ഇങ്ങോട്ടേക്കാണ്. ഒരു ടൂറിസ്റ്റുകളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അവർ ഈ ബീച്ചിൻ്റെ ഒരു സൈഡിലൊരു ഓരത്തേക്കാണ് അവരുടെ വീടുകളും അവരുടെ ബാക്കിയുള്ള എന്താ പറയേണ്ട ഫാർമസി, ഹോസ്പിറ്റൽസ്, ചെറിയ ചെറിയ കടകൾ, അതൊക്കെ ഇങ്ങോട്ടേക്ക് താഴോട്ടുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവർ കുറേ ഒരു എന്താ പറയണ്ടേ ഒരു ആർച്ച് പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു സെമിട്രി ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു ഇതാണോ എന്ന് മനസ്സിലാവുന്നില്ല. കുറേ പൂവൊക്കെ ആയിട്ട് ഇവിടെ ഒരു മരമുണ്ട്. എനിക്ക് തോന്നുന്നു സമ്മറിലൊക്കെ നല്ല പൂ ഉണ്ടാകുന്ന മരമാണെന്ന് തോന്നുന്നു. അതാണ് ഇവർ ഇത്ര ഭംഗിക്ക് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. ഇത് സ്കൂളോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് സ്കൂളാണ്. കുട്ടികളവിടെ ഇതൊക്കെ കളിക്കുന്നുണ്ട്, മീൻസ് ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ താഴെ ബീച്ച് സൈഡാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒയ്യ അല്ലെങ്കിൽ ഈയ എന്ന് പറയുന്ന ഇവരുടെ ഈ സാന്റോറിനിയുടെ അങ്ങേയറ്റത്ത്, ഫിറ കഴിഞ്ഞ് അങ്ങേയറ്റത്തുള്ള ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ബസ്സിന് യാത്ര ചെയ്യാനുണ്ട്. ഇനി നമ്മൾ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്താ പറയുക, അതുപോലെ തന്നെ ഒരു 10-20 മിനിറ്റ്. ഇവിടുന്ന് ഇറങ്ങാൻ വഴിയില്ല, ഇവിടെ കെട്ടിയിരിക്കുകയാണ്, നമ്മൾ തിരിച്ചു പോകണം. അവിടെയും കുറേ ബസ്സുകളും. അവിടെ എന്തോ ഒരു ഹോട്ടലുണ്ട്, മെലീന ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കമാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് വന്ന ബസ്, അവിടുന്ന് കുറേ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നുണ്ട്. അവർ രാവിലെ പോയതായിരിക്കണം. എന്നിട്ട് അവർ ഈ ബസ്സിനെ തിരിച്ചു വന്നു. കുറച്ച് നേരം കാണാനുള്ളതേ ഉണ്ടാവുള്ളൂ എല്ലായിടത്തും. അതല്ല ടൂറിസ്റ്റുകൾ വന്നിറങ്ങി. അപ്പോൾ നമ്മുടെ ബസ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പം. അപ്പോൾ അവർ വിളിക്കുമായിരിക്കണം റെഡിയാവുമ്പോൾ. 10 മണിയാവുന്നേ ഉള്ളൂ. 11:15 ബസ്. 10:50 ആയിട്ടുള്ളൂ. പോലീസുകാർ ഒരേ പിടുത്തമാണ് ബൈക്കുകാരെ. അടുത്ത ബൈക്കുകാരെ പിടിച്ചു. കുറച്ചും കൂടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവരും ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒയ്യ അല്ലെങ്കിൽ കമാരി അങ്ങനെയുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ അക്രോത്തിരി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയുള്ളവരായിരിക്കും. അങ്ങനെ ഇതാണ് ടിക്കറ്റ്. €2. ഇങ്ങനെ പുറത്തൊരാൾ നിന്നിട്ട് നമുക്ക് ടിക്കറ്റ് തരും, നമ്മൾ കയറും. €2 ആണ് ഒരാൾക്ക്. €4 കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. കാരണം ഇത് ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് സൈഡ് വ്യൂ ഭയങ്കര കുറവാണ്. അപ്പോൾ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയാലേ നമുക്ക് ഫ്രണ്ടിലെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. നമ്മുടെ ഡ്രൈവർ ഇവിടെയുണ്ട്, ഡ്രൈവർ സ്പൾബർ. അങ്ങനെ ഞങ്ങൾ
ഫിറയിൽ നിന്നും ഒയ്യയിലേക്ക് പോവാണ്. 10 യൂറോക്കൊക്കെ ചേഞ്ച് കൊടുക്കാം, പക്ഷെ 50 യൂറോ കൊടുത്തിട്ട് എങ്ങനെ നമ്മൾ 50 യൂറോ ആണോ കൊടുത്തവര്? തിരിച്ചു വരുമ്പോൾ എന്നാൽ നമുക്ക് അതെ 50 യൂറോ തന്നെ അവർ കൊടുത്തത്. 50 അല്ലെങ്കിൽ 50 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഒയ്യ അവിടെ ചെന്നിട്ട് നമുക്ക് കാഴ്ച. ഇതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയത്. എനിക്ക് തോന്നുന്നു അവിടെയാണ് കുറച്ചും കൂടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ്, ഒയ്യയിലേക്കാണ്. അപ്പോൾ ഒയ്യ അല്ലെങ്കിൽ ഒയ്യ എന്നാണ് തോന്നുന്നു ആ അപ്പൂപ്പനും പറഞ്ഞല്ലേ, ഒയ്യ എന്നാണ്. സോ ഒയ്യ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ്, ഈ ഗ്ലാസ്സുകൾ വൃത്തിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സൈഡിലിരിക്കാനത്. ഫ്രണ്ടിലാവുമ്പോൾ പിന്നെ ഇവർ ഡെയിലി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ആയതുകൊണ്ട് വൃത്തിയാക്കും. ഈ ഒരു ഷെയ്ഡ് ഫ്രണ്ടിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് പൊങ്ങിയാണ് ഇരുന്നതെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇത് ഡ്രൈവർ സൈഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലാക്ക്. അപ്പുറത്തെ സൈഡായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടോടെ കിട്ടുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കാണാം. പുള്ളി ആർക്കും ശല്യം ചെയ്യാത്ത രീതിയിൽ ചെറുതായിട്ടൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ആരോ ടൂറിസ്റ്റുകൾ മുന്നിൽ കൂടെ ഓടി, ഏതാ ബസ്സുകൾ വണ്ടിയെല്ലാം പെട്ടെന്ന് ചവിട്ടി. ഇതൊക്കെ റിസോർട്ടുകളും പിന്നെ ഹോം സ്റ്റേകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള. വൺ വേ റോഡാണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് വണ്ടികൾ വരും എന്നുള്ള പേടി വേണ്ട. എല്ലാ ബസ്സുകളും ഈ റൂട്ടാണ് പോകുന്നത്. അതിനുശേഷം എല്ലാം വഴിതിരിഞ്ഞ് ഓരോരോ സ്ഥലത്തേക്ക് പോകും എന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ബസ് വേറൊരു സ്ഥലത്തേക്കുള്ളതാണ്. എന്താ അതിൻ്റെ പേര്? സാന്റോറിനയുടെ വേറൊരു മുഖം, നോർമൽ ലൈഫ്. നമ്മൾ പക്കാ ടൂറിസ്റ്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും ആക്റ്റീവ് റെസ്റ്റോറൻറ്റ്സൊക്കെ, ഒരുപാട് ആൾക്കാരും തിരക്കും വണ്ടികളും ഒക്കെ ഉള്ളൊരു സ്ഥലം. ഒരു ചെറിയൊരു പിന്നെ ഐലൻഡ് ആണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് മൊത്തം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഇതും. അതിൻ്റെ താഴെ ഇതുപോലെ ഒരു ടൗണ്. ആ ടൗണിലെല്ലാം ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ അവർ തന്നെ ഭക്ഷണം കഴിക്കുന്നു. അവരുടേതായ എല്ലാ സ്റ്റോറുകളും, നമുക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ട സ്റ്റോറുകൾ. ചെറിയ റോഡിലൂടെയാണല്ലോ പോകുന്നത്. ഇത്രയും വലിയ ബസ് സൈഡിൽ കൂടെ എടുത്താണ് പോകുന്നത്. വൺ വേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഇവർക്ക് സൈഡാക്കാനുള്ളൊരു സ്ഥലമൊന്നും ഇല്ല, ഈ റോഡിന് അത്രയ്ക്ക് വീതിയൊന്നുമില്ല. ആ മഞ്ഞ നിറത്തിലുള്ള പൂവാണ് കംപ്ലീറ്റ് ഈ സാന്റോറിനി. നമ്മൾ മിക്കണോസിൽ പോയപ്പോഴും നമ്മൾ ഇത് തന്നെയാണ്. മിക്കണോസിൽ നമ്മൾ പോയപ്പോഴും ഈ പൂവ് തന്നെയാണ് നമ്മൾ കണ്ടത്. പൂച്ചകൾ. മിക്കണോസിൽ പൂച്ചകളാണ് അവിടെ അവരുടെ എന്താ പറയുക സോനിയറുകളിലായാലും വെച്ചിട്ടുള്ളത്. ഇവിടെ കഴുതകളെ വെച്ചിട്ടുണ്ട്. പക്ഷേ കഴുതകളെ ഇപ്പം യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പണ്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കഴുതകളെ യൂസ് ചെയ്തിരുന്നു സാന്റോറിനിയിൽ ഒരുപാട്. അതുകൊണ്ടാണ് കഴുതകളുടെ ഒരു എന്താ പറയണ്ടേ സ്റ്റാച്യു, അതുപോലെ സോനിയറുകളിലൊക്കെ കഴുതകളുടെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് പണ്ട് എന്താ പറയുന്നത് ആ പോർട്ടിൽ, താഴത്തെ ആ പോർട്ടിൽ നിന്ന് നമ്മുടെ ആ ബ്ലൂ ഡോമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അതാ രണ്ടെണ്ണം അവിടെയുണ്ട്, ഒരെണ്ണം അവിടെയുണ്ട്. കോസ്റ്റൽ ഏരിയയിലൂടെയുള്ള ഒരു റോഡാട്ടോ നമ്മുടേത്. കടൽ തീരത്തൂടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അങ്ങോട്ടേക്ക്. കൊള്ളാം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഈ റോഡല്ലേ കയറിയത്? അതെ, ഈ റോഡ് കയറിയായിരുന്നല്ലോ. ഓക്കെ, നമ്മുടെ അപ്പുറത്തെ സൈഡാണല്ലോ. ഓക്കെ, നമ്മൾ ഇന്നലെ മേലെ ആ ഡോം കണ്ടില്ല, ആ ഡോം വരെ നമ്മൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നത് ഇതുവഴിയാണ്. ഇനി അവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാം, ആ കോർണറിലേക്ക്. നമ്മളൊരു എൻഡിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതാ ഒരു കഴുതേൻ്റെ കാര്യം പറഞ്ഞോളൂ. ഒരു കഴുതേനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അവിടെ റൈറ്റ് സൈഡിൽ അവിടെ കെട്ടിയിട്ടുണ്ട്. ഒറ്റ കഴുതേനെ കേട്ടോ നമ്മൾ ഇത്രയും ഇപ്പോൾ സാന്റോറിനിയിൽ വന്നിട്ട് കണ്ടത്. ഭയങ്കര കോമഡിയാണുള്ളത്. നമ്മൾ ബീച്ച് സൈഡ് വഴിയാണ് പോകാൻ പോകുന്നത്.
ഈ ഫ്രണ്ടിലുള്ള ഈ കറുത്തൊരു സാധനം മാത്രം നമ്മളെ കാഴ്ച മറയ്ക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടിയാൽ. അതിലൂടെയാണ് നമ്മൾ ഇന്നലെ നമ്മുടെ റൂമിലേക്ക് കയറിപ്പോയത്. നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞു, നമ്മളിനി ഒയ്യയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെയൊക്കെ പണിത് വെച്ചിരിക്കുന്നത് ലോക്കൽ ആൾക്കാരുടെ വീടുകളും ഉണ്ട്, അതുപോലെ തന്നെ വില്ലകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അമേസ് സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബീച്ച് സൈഡാണ്, നല്ല വ്യൂ ആണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു ഒറ്റ പ്രശ്നം, നമുക്ക് മെയിൻ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് വണ്ടി എന്തെങ്കിലും ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ഈ കാർ റെൻറ്റിന് എടുക്കുന്നവർ, അല്ലെങ്കിൽ സ്കൂട്ടി, ബഗ്ഗിയൊക്കെ നമുക്ക് അവിടെ റെൻറ്റിന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്വാഡ് ബൈക്കൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. അതുപോലെ എടുക്കുന്നവർക്ക് ഈ ഒരു ഏരിയ ഒക്കെ അടിപൊളിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം സീസൺ ടൈമിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ ഒരു ക്രൗഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, കാണാൻ നിങ്ങൾ എപ്പോഴാണോ കാണാൻ തോന്നുന്നത് സമയം എടുക്കുന്നത് അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് പോകാം, കാണാം. പക്ഷേ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇതൊരു അടിപൊളി സ്ഥലം, ബീച്ചിൻ്റെ സൈഡ്. റോഡ് ഉണ്ട്, കുഴപ്പമില്ല, അവർ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയണ്ട, അത്ര സ്മൂത്ത് റോഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് കുഴപ്പമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഐലൻഡിൻ്റെ ഒരു കോർണർ ഏരിയ അല്ലേ, ഇവിടെയൊക്കെ ഇത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ അടിപൊളിയാണ്. അപ്പം റോഡുകളും കാര്യങ്ങളൊക്കെ പാച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവർ സീസണിന് വേണ്ടി വെയിറ്റിംഗ് ആയ പോലെ. ഈ നമുക്ക് മേലെയൊക്കെ കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ റിസോർട്ടുകളും അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് നമുക്ക് മേലെ കാണുന്നത്. എല്ലാം ഒരേ ഷേപ്പ് 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണമായിട്ടൊക്കെ ഫുള്ളായിട്ട് റെൻ്റ് എടുക്കാം, ഒരു വീട് പോലെ നമുക്ക് കിട്ടും. അപ്പം സാൻറ്റോറിനിയിൽ റിലാക്സ് ആയിട്ട് വെക്കേഷൻ ആസ്വദിക്കാൻ വരുന്നവരൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ ആയിരിക്കും എടുക്കുക. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ കുറച്ച് ബിൽഡിങ്സ് പണിത് വെച്ചിരിക്കുന്നത്, അതൊക്കെ വ്യൂ പോയിൻറ്റ്സും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആകാൻ പോകുന്നതാണ്, ബീച്ചിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട്. ഇതൊരു അപാര വ്യൂ ആട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന് മീൻസ് വണ്ടി റെൻറ്റിന് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ കാറിന് പെർ ഡേ ഇവിടെ 25 to 35 euro ഒക്കെ ഉള്ളൂ. അതുപോലെ ബൈക്കിനും ഏകദേശം അത് തന്നെയാണ് പ്രൈസ്. അപ്പം ലൈസൻസ് ഉണ്ട്, IDP ഉണ്ട് എന്നുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ കാറെടുത്ത് പോയാൽ മതി. ഇതുപോലെയുള്ള ഈ ഏരിയാസ് നമുക്ക് പിന്നെ കവർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി നമുക്ക് വണ്ടി നിർത്തി നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം. ബസ്സിനാകുമ്പോൾ നമുക്ക് നേരെ അവിടെ പോയി ഇറങ്ങാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് വണ്ടി ഓടിച്ച് പോകേണ്ട റൂട്ട് തന്നെയാണ്. സ്കൂട്ടി ആണെങ്കിലും കുഴപ്പമില്ല, കാറാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് കാര്യമില്ല. ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് IDP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് UK ലൈസൻസ് A1 A2 ഉള്ള ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്കൂട്ടിയും ഒക്കെ റെൻ്റ് എടുക്കാം. അല്ലെങ്കിൽ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് UK ലൈസൻസൊക്കെ ഉള്ളവർക്ക് ഇവിടെ കാർ റെൻ്റ് എടുക്കാം. എനിക്കൊന്ന് ചൈനീസ് ആൾക്കാർക്ക് അവരുടെ ലൈസൻസ് മതിയും തോന്നുന്നു, വേറെ IDPയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിൽ നമുക്ക് IDPയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തരുന്നവരും ഉണ്ടാവാം, പക്ഷേ അത് ഡേഞ്ചറസ് ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീക്ക് ഗവൺമെൻറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇൻഷുറൻസിനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം വരും. ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അവർ കൈനീട്ടി നിർത്തിക്കുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടാവും. കണ്ട ഇവിടെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം വോൾക്കാനോയുടെ ആ ഒരിത്. നമ്മൾ എന്താ ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഫുള്ള് ആ ബ്ലാക്ക് വോൾക്കാനോ കത്തിക്കരിഞ്ഞ് പൊട്ടിത്തെറിച്ചുണ്ടായ ആ ഒരു കളർ. നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. കറക്റ്റാണ്. നമ്മൾ ഒയ്യയിലെത്താനായി ഏകദേശം 20-25 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒയ്യ ബസ് ടെർമിനലിലെത്തും. അപ്പം അങ്ങനെ നമ്മൾ സാൻറ്റോറിനിയുടെ ഒരെൻഡിലെത്തി. ഒരറ്റത്തുള്ള ഒയ്യ എന്ന് പറയുന്ന ആ ചെറിയൊരു ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സാൻറ്റോറിനിയിലെ ഇതൊക്കെ ഒറിജിനൽ ആണോ? താഴെ കുത്തി വെച്ചിരിക്കുന്നു മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ഇതെന്ന് പറയുന്നത്. അവരവിടെ എന്തൊക്കെയോ ഫോട്ടോ എടുക്കുന്നു. ശരിയാണല്ലോ, അങ്ങോട്ട് തന്നെ പോകണ്ടേ. മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ഇതെന്ന് പറയുന്നത് ആ ഡോമാണ്, ബ്ലൂ ഡോം. അപ്പം നമ്മളത് ഫോട്ടോ എടുക്കാനാണ്
അവിടെ ഒരു കടയാണ്, അതെന്തൊക്കെയോ ആൻറ്റിക് സാധനങ്ങളും ആൻറ്റിക് പീസുകളൊക്കെ. ഇതേ ഒരുപാട് ലെമൺ ഉണ്ടായി കിടക്കുന്നു. ഇതാ ഇവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് പോകണ്ട. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഐക്കോണിക് എന്താ പറയുക ഡോം, ആ ബ്ലൂ കളറിൽ, അത് സാൻറ്റോർണിയിൽ ഫിറയിലും ഉണ്ടത്. പിന്നെ ഒയ്യയിലാണ് കൂടുതലും ആളുകൾ വന്ന് എന്താ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് പിക്ചർ എടുക്കുന്ന ഒരു സംഭവം. നമ്മളത് ആരുമില്ലാതെ വന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഒയ്യയിൽ എന്താ പറയണ്ടേ, നമ്മൾ സാൻറ്റോറിനിൽ കണ്ട പോലെ ആ 3 റിങ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ ഒയ്യയിലും ഉണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നവരെ പൊളിച്ച് കളയും എന്തൊക്കെയോ. ജൂലൈ ഓഗസ്റ്റ് സമയത്തെ ആ ഒരു അങ്ങനെ അങ്ങനെ നമ്മൾ ഒയ്യ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിൽ, സാൻറ്റോറിനിയുടെ ഐലൻഡിൻ്റെ കോർണറിലുള്ള ഒയ്യ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നമ്മളെത്തി. അങ്ങ് അവിടെയാണ് നമ്മൾ താമസിച്ചത്. അങ്ങ് ദൂരെ കാണുന്ന ആ ക്ലിഫിൽ നിൽക്കുന്നു. അങ്ങനെ ഒയ്യയിലെ ആ ഐക്കോണിക് ബ്ലൂ ഡോംസിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ സമ്മർ ടൈമിലാണെങ്കിൽ, അതായത് സീസൺ ടൈമിലാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതായത് സാൻറ്റോർണിയിലും ഒയ്യയിലും മോസ്റ്റ് ആൾക്കാർ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഫോട്ടോഗ്രാഫ്ഡ് എന്ന് പറയുന്ന ഒരു പ്ലേസാണ് ഈ പറയുന്ന ഈ ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ ആ ഡോംസ്. പിന്നെ ഇതെവിടെ ക്യൂ ആയിരിക്കും അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പം നമ്മളങ്ങനെ ആരും ഇല്ലാതെ നമ്മളവിടുന്ന് ഫോട്ടോ എടുത്തു. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്, ഫെബ്രുവരി മന്ത് ആണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് താഴെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങേയറ്റത്ത് നമുക്ക് കാണുന്നത് കാസിലാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്ലൂ ഡോംസിൻ്റെ അപ്പുറം അവിടെ കാണുന്നത് കാസിലാണ്. ആ കാസിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഈ ഒയ്യ ഐലൻഡിനോട് ചേർന്നിട്ട് താഴെ നമുക്ക് കാണുന്ന ഒരു ചെറിയ ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പേരാണ് സെൻറ്റ് നിക്കോളാസ് ഐലൻഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയൊരു ചേർച്ചുണ്ട്. അപ്പം പിന്നെ ഒരു ഗ്രീസിൻ്റെ ഒരു ഫ്ലാഗ് അവിടെ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല. എന്താ പറയുക, ഹൈക്ക് ചെയ്ത് പോകുന്നവർ ചിലപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങോട്ടേക്ക് കടന്ന് പോവുക ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ബോട്ട് കൊണ്ടുപോയി നിർത്താൻ ചാൻസ് ഉണ്ട്. നമുക്ക് ബോട്ട് ട്രിപ്പൊക്കെ എടുക്കുവാണെങ്കിൽ ബോട്ട് വന്ന് ചിലപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാക്കി തരും. അവിടെ ഒരു ബ്ലൂ ഡോംസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് നിന്നും ആൾക്കാർ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ഒരു വഴിയിൽ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ കാസിലൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ ഈ അടിപൊളി സ്ഥലത്ത് നിന്ന് കുറേ നേരം ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാ ഇവിടെ വന്നിട്ട് ഇതൊരു ഭയങ്കര സ്പോട്ടാണ്, അടിപൊളി. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഫോൺ സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ടൂറിസ്റ്റുകൾ അവർ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അവർ നമുക്ക് എടുത്തു തന്നു. എല്ലാം കൊണ്ടും ആ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് സൂപ്പറായിരുന്നു. അപ്പോൾ ഇതാണ് സാൻറ്റോർണിയിലെ പൂച്ചയും പട്ടിയും. ഈ വീട്ടുകാർ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. ഇതൊരു അമ്മ എനിക്ക് പേടിയാ. ഇതൊരു വീട്. അതിനകത്ത് ഓറഞ്ച് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ. കുഞ്ഞു ഓറഞ്ച്. അതാ വേറൊരു പട്ടി. അമ്മേടെ എനിക്ക് പേടിയാണ്. എനിക്ക് പൂച്ചനെ പേടി. ഉള്ളൊന്നു എന്നാ എന്നെ പേടിപ്പിക്കല്ലേ പൂച്ച. എനിക്ക് പേടിയാ. എനിക്ക് പൂച്ചകളെ ഭയങ്കര പേടിയാണ്. പട്ടീനെ പേടിയൊക്കെ എല്ലാത്തിനും പേടിയാ. അമ്മ അത് എൻ്റെ അടുത്ത് തന്നെ വരാൻ ചെയ്യാണല്ലോ. നീ വീഡിയോ കാണിച്ചാൽ നോക്കട്ടെ. ഒന്നുമില്ല മോനെ, നീ എൻ്റെ ഇത് വിട്.
അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം ആ കാസിലിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ ഒരു ഉയർന്ന പ്രദേശത്തെത്തി ഞങ്ങൾ. അവിടെ ഒരു കഴുതയുടെ സ്റ്റാച്യു ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതാണ് പണ്ട് ആ കഴുതകളൊക്കെ താഴേക്ക് ഇറങ്ങി ചരക്കുകളും കൊണ്ട് താഴേക്ക് പോകുന്നു, മേലേക്ക് കയറി വന്നിരുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ആൾക്കാർക്ക് വിശ്രമിക്കാനും പിന്നെ എന്താ പറയണ്ട, വൈകിട്ട് ഇറങ്ങിയിരുന്ന സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ്റനൻസ് വർക്കൊക്കെ അനുവദിച്ചിരിക്കുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നു തുടങ്ങും. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ടൂറിസ്റ്റുകളെയൊക്കെ കാണാം, പക്ഷേ കുറവാണ്. എന്നാലും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയണ്ടേ, വർക്കുകളും കാര്യങ്ങളൊന്നും ഇവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി വർക്കുകളൊക്കെ ഇവരിപ്പോൾ തീർക്കും. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പിക്ചേഴ്സൊക്കെ എടുത്ത ആ ഡോമാണ് അവിടെ കാണുന്നത്. നമ്മളതിൻ്റെ മറ്റൊരു സൈഡിലെത്തി. ഇതിനുള്ളിലൂടെ നമുക്കിങ്ങനെ ഇറങ്ങി വരാം. ആ ഡോമിൻ്റെ പ്രത്യേകത അത് ക്ലോസ്ഡ് അല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ അടിപൊളിയാണ്. ഞങ്ങൾ ഈ വഴിയാണ് നമുക്ക് കാസിലേക്ക് പോകേണ്ടത്. കുറച്ച് ദൂരം കൊണ്ട് നടന്നാൽ മതി. അങ്ങനെ നമ്മൾ നടന്ന് കാസിലിൻ്റെ ഏകദേശം അടുത്തെത്തി. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ, എനിക്കൊന്ന് ആ കടേൻ്റെ ആൾക്കാരാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഒരു ഷോപ്പ് കാണുന്നില്ല, പക്ഷെ ഇവിടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചതാണോ അതോ അവർ ഡിസ്പ്ലേ പോലെ വെച്ചതാണോ എന്ന് മനസ്സിലായില്ല. പുള്ളിക്കാരി തുടയ്ക്കുന്നുണ്ട്. ഇതാണ് ആ പൊട്ടിപ്പൊളിഞ്ഞു പോയ പഴയൊരു കാസിൽ. ഇവിടെയാണ് താഴെ വരെ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് ആ പോർട്ടിലേക്ക്. അത് കൊള്ളാം കേട്ടോ. അപ്പുറത്തെ സൈഡ് വഴി കറങ്ങി നമുക്ക് വണ്ടിയുള്ളവർക്ക് വണ്ടി എടുത്ത് ആ പോർട്ട് വരെ പോയി. ഇനി അതല്ല, നമുക്ക് നടന്നിറങ്ങണമെങ്കിൽ നമുക്ക് ഇതുവഴി നടന്നിറങ്ങി പോകാനും പറ്റും. കാസിലിൻ്റെ മറ്റൊരു അറ്റം അവിടെ കാണാം, ചെറിയൊരു ഏരിയ. അതാ കഴുതി ഇറങ്ങി വരുന്നു. അതാ നമ്മൾ ഇത്രയും നേരം നോക്കിയിട്ട് നമ്മൾ കാണാത്ത ആ ഒരു ആ പോർട്ടിലേക്ക് താഴേക്ക് കഴുതി ഇറങ്ങി പോകുന്നതാണ്. നമുക്ക് ആ വഴി ഇറങ്ങിപ്പോകാം. ഇപ്പോൾ ആ കഴുത മിക്കവാറും ഇതുവഴി ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു ആ വഴി, കഴുതി ഇറങ്ങി പോകുന്ന വഴി. അത് ഇവിടുന്ന് നമുക്ക് കിട്ടിയാൽ അതൊരു അടിപൊളി ഷോട്ടായിരിക്കും. ഇനി അതല്ല, അപ്പുറത്തെ സൈഡ് വഴിയാണെങ്കിൽ കഴുത അപ്പുറത്തെ സൈഡ് വഴി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും അങ്ങനെ കഴുതേനെ ഉപയോഗിക്കുന്നുണ്ട് അവർ താഴേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനുമായിട്ട്. ഇനി അത് ടൂറിസ്റ്റുകൾക്ക് പോകാനും വരാനും അങ്ങനെയൊക്കെ ആയിട്ടൊരു എൻ്റെ രീതിയിൽ വെച്ചതാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആ പോർട്ടിലേക്ക് ഇറങ്ങിപ്പോകണം. നമ്മൾ ഫിറയിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ആക്റ്റീവും ഭംഗിയുള്ളൊരു ഫോർട്ടാണ് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു കുറച്ചും കൂടെ ഭംഗിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പോർട്ടിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോകണം. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ കഴുതകളെ ഇവിടെ കണ്ടു. അവിടെ നിൽക്കുന്ന അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളല്ല കേട്ടോ പറഞ്ഞത്. അവരെ വേണേൽ പറയും ഇപ്പോഴും ഇത്രയും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് സാധനം എടുത്തുകൊണ്ട് വരാൻ വയ്യായിട്ടായിരിക്കും. പാവാ കഴുതൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ പുറത്ത് മൊത്തം സിമൻറ്റ് ചാക്കുകളും പൊടികളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഇതിൻ്റെ ഇടയിലൂടെ അവർക്ക് പോകാൻ വേണ്ടി അതാ ഇറങ്ങി വരുന്ന കഴുത. അയ്യോ, കരയുന്നത്. കഴുതകള് കരയുന്ന ഒച്ച ഇവിടെ കേൾക്കാം. ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കഴുതേനെ. രണ്ടെണ്ണേ അവിടെ ഉള്ളൂ. ഒരെണ്ണം നമ്മൾ അങ്ങ് കണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇപ്പോഴും ഇവിടെയുള്ള പണികളും കാര്യങ്ങളും നടക്കാൻ വേണ്ടി അവർ കഴുതകളെ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സാധനങ്ങൾ കയറ്റി ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി. കയറ് ഈ താഴേന്ന് സാധനങ്ങൾ എടുത്ത് ഈ മേലെ വരെ കയറി വരണം. കാരണം താഴെയാണ് വണ്ടി വരിക. ആ പോർട്ടിൽ അവിടെയാണ് വണ്ടി വരിക. അവിടുന്ന് കഴുതപ്പുറത്ത് സാധനങ്ങൾ വെച്ച് കെട്ടിക്കൊടുത്ത് അതിനെ മേലേക്ക് കയറ്റി വിടും. അങ്ങനെ കഴുതകൾ നടന്ന് ഇതുപോലെ ഇവർക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഓരോരോ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് ഇവർ കൊണ്ടുവരും. മനുഷ്യന്മാർ കയറ്റി കൊണ്ടുവരാനും സമയം എടുക്കൂലേ. അപ്പോൾ ഇവർക്ക് പറ്റാത്തതുകൊണ്ട് ഒന്നും പറയാത്ത കഴുതകളെ ഉപയോഗിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ ആ കാസിലിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയയിലെത്തി. ഇത് ഏത് വർഷം ഉണ്ടാക്കിയാന്നാ പറഞ്ഞത്? അപ്പം ഇതിൽ 15th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു കാസിലിൻ്റെ ഭാഗമാണ് ഇതിൽ. 360 ഡിഗ്രി വ്യൂ ഒയ്യയുടെ കിട്ടാൻ വേണ്ടി. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഒയ്യയുടെ കംപ്ലീറ്റ് സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ ഒരു സൈഡിലാണ്. ഇതാണ് ആ ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പം അപ്പം നമുക്ക് ആ കംപ്ലീറ്റ് വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒയ്യയുടെ. അതുപോലെ അവിടെയും ആ അറ്റത്തും ഒരു വ്യൂ പോയിൻ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് നോക്കാൻ വേണ്ടി. പണ്ട് കാലത്ത് ഇവർ നോക്കിയിരുന്നു. നമ്മൾ അങ്ങ് കാണുന്ന ആ ഒരു ഏരിയയാണ് ഫിറ എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഫിറ എന്ന് പറയുന്നത്. എല്ലാം ആക്കി വെച്ചിരിക്കുന്നത് ആ മലയുടെ സൈഡിൽ. നിങ്ങളുണ്ടോ, ഒരു പെയിൻ്റ് ഒഴുകി വന്ന പോലെയാണ് ബിൽഡിങ്സ് പണിത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ബിൽഡിങ്സാണ്. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ? എന്തോ ഒഴിച്ച് ഇട്ട പോലെയാണ് ആ വൈറ്റ് കളറിൽ. നമ്മൾ ഏകദേശം ആ ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതാണ് ഫിറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. കേബിൾ കാറൊക്കെ നമുക്ക് ആ പോർട്ടിലേക്ക് ഇറങ്ങാൻ കേബിൾ കാറൊക്കെ ഉള്ള ആ ഒരു സ്ഥലം അതാണ്. അവിടെ നമ്മളിങ്ങനെ ബസ്സിൽ കയറി കറങ്ങി ഈ ഫിറ എന്ന് പറയുന്ന ഒയ്യ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ നഗരത്തിലെത്തി. ഇവിടെയുണ്ട് ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ആൾക്കാർ വന്നിങ്ങനെ കീ ചെയിൻ അല്ല കീ ഇങ്ങനെ പൂട്ടി, താക്കോലും പൂട്ടൊക്കെ ആയിട്ട് വന്ന് അതൊക്കെ പൂട്ടിയിടുന്ന അവർ പേര് എൻഗ്രേവ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന ചൈനീസ് രീതിയിൽ. ഇവിടെ ഒരു ടോണി ആൻഡ് സാന്ദ്ര 2017 22/4/2017 ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒയ്യയിലാണ്. ഇത് ഒയ്യ. അതുപോലെ ഒരുപാട് പേരുടെ ഉണ്ട്. ഇത് പുതിയതാ നോക്ക്. 9/2/2026. ഓക്കെ, ഇന്നലെ വന്ന് ചെയ്ത ആരുടെയോ ഉണ്ട് കേട്ടോ അവിടെ. ഇന്നലെ ആരോ വന്ന് ചെയ്തൊരു ലോക്ക്. ചൈനീസോ കൊറിയൻ രീതിയിൽ അങ്ങനെ അവരുടെ പേര് എഴുതിയേക്കുന്നത്. എല്ലാത്തിലും ഓരോ ആൾക്കാരൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്ത് അവരുടെ പേര് പ്രിൻ്റ് ചെയ്ത് മീൻസ് എൻഗ്രേവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇതാണെങ്കിലും ഇവിടെയൊക്കെ ഒരുപാടെണ്ണം നമുക്ക് പേര് എൻഗ്രേവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കാണാം അല്ലേ. ഇതെല്ലാം വൃത്തിക്ക് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. 2017 തൊട്ട് ഇത്രയും നാൾ മഴയും വെയിലും കൊണ്ടിട്ടും ഈ പേര് പോയിട്ടില്ല. ടോണി ആൻഡ് സാന്ദ്ര. നമ്മളിപ്പോൾ ഒയ്യയിലെ ആ പോർട്ടിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് ആഗ്രഹമുള്ളവർക്ക് താഴെ പോയി ആ പോർട്ടൊക്കെ കണ്ടിട്ട് വരാം. ആ പോർട്ട് കുറച്ചും കൂടെ മീൻസ് ആക്റ്റീവാണ് നമ്മൾ ഫിറേനേക്കാളും. ഫിറയിൽ അതൊട്ടും മെയിൻറ്റൈൻഡ് അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ജസ്റ്റ് പോയി കണ്ടിട്ട് വേണേൽ വരാം. ഇവിടെ പിന്നെയും ആളുകൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി അവിടെ നിർത്തി അവിടുന്ന് മേലേക്ക് കയറി വരുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങി അവിടെ വണ്ടി നിർത്തി പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആ ബീച്ച് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ സാൻറ്റോർണിയിൽ വന്നിട്ട് ഒരു ബീച്ച് സൈഡിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വേറൊരു റെഡ് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സൈഡുണ്ട്. നമുക്ക് അത് ഇതിൻ്റെ വേറൊരു അറ്റത്താണ്. അപ്പം ബസ് കയറി നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യാം. ഇത് നമ്മൾ ഒയ്യയിൽ വന്ന് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ബീച്ച് കണ്ട് അങ്ങനെ ആ ബീച്ചിൻ്റെ അടുത്ത് എത്താറായി. നമ്മൾ ഇവിടുന്ന് കണ്ടിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ആ ബീച്ചിൻ്റെ സൈഡിൽ സ്പെൻഡ് ചെയ്തിട്ട്. അതാ ഒരു വൈറ്റ് പാട പോലെ കിടക്കുന്നല്ലേ ആ വെള്ളത്തിൽ. അങ്ങനെ നമ്മൾ നടന്ന് താഴെ ഓൾമോസ്റ്റ് താഴെ എത്തി. പിന്നെ കുറച്ച് ആളുകളെയൊക്കെ കാണാം. വണ്ടിയിൽ വന്നവരൊക്കെ നടന്ന് ഇറങ്ങി വരുന്നവർ വളരെ ചുരുക്കമാണ്. കാരണം നടന്നിറങ്ങി വന്ന് തിരിച്ച് വീണ്ടും നടന്ന് കയറി പോകണ്ടേ. മേലെ വരെ നമ്മൾ നടന്ന് കയറി പോകണം. അറിയില്ല അപ്പോൾ കുറച്ച് ആൾക്കാർ വണ്ടിയിലൊക്കെ വന്നവരവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ പോർട്ടിലെത്തി. മേലേന്ന്
ഇറങ്ങി നമ്മളതാ ഇറങ്ങി വന്നത് അവിടുന്നാണ്. അതുകൊണ്ടോ ആ കാസിലിൻ്റെ ആ ഒരു ഭാഗം, അതിൻ്റെയും മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇവിടെ താഴെ വന്നത്. ഇവിടെ ATM ഒക്കെ ഉണ്ട്, ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിൽ. ലാവ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവിടെ നിന്ന് ആൾക്കാർ പണിയെടുക്കുന്നവർക്ക് ആ ഒരു വോൾക്കാനോ ഇറപ്ഷൻ നടന്നതിൻ്റെ ആ ഒരു മണ്ണും നമുക്ക് അതിൻ്റെ സൈഡിലൂടെ നടന്നു. അപ്പം നമുക്ക് കറക്റ്റ് എന്താണെന്നറിയില്ല കേട്ടോ, എന്തോ വേസ്റ്റ് അടിഞ്ഞതാണ്, കുറേ ഒരു പാട പോലെ ഇതിൻ്റെ മേലെ കിടക്കുക. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല എന്താ പറയേണ്ടത്, നമുക്ക് അടിവശം കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം, അത്രയും പ്യുവർ ക്ലിയർ വാട്ടറാണ്. ഈ ഒരു പാട പോലത്തെ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ വരുന്നത് പൂച്ചകളിങ്ങനെ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാത്തിനും ഭയങ്കര സ്നേഹമാണ്. ആൾക്കാരെ കണ്ട് അവർക്ക് ശീലമായി. ഇവർക്ക് ഈ പൂച്ചകൾക്ക് മേലെ ഞങ്ങളൊരു സ്ഥലത്ത് കണ്ടു ഒരുപാട് ഭക്ഷണം ഇങ്ങനെ ഈ ക്യാറ്റും ഡോഗും കഴിക്കുന്ന ഫുഡ്, നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഫുഡ്, അത് ഒരുപാട് ഇവർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഇഷ്ടംപോലെ ആവശ്യമുള്ളപ്പം പോയി കുടിക്കും. അങ്ങനെ ഇവിടെ വരെ വെള്ളം ഇവിടുന്ന് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഫൈനലി നടന്ന് നമ്മൾ ആ വോൾക്കാനോ ഉണ്ടായ ഇതിൻ്റെ കല്ലിൻ്റെ അടുത്തെത്തി. ഇത് എക്സാക്ട്ലി ആ സാധനമാണ്, പൊട്ടിത്തെറിച്ച വോൾക്കാനോ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇവർ വഴി പണിത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഷാർപ്പ് എഡ്ജസാണ്. നല്ല കട്ടിയുണ്ട് ഇതിനൊക്കെ, പക്ഷെ ഭയങ്കര ഷാർപ്പാണ്. ഇതിനകത്തേക്ക് വെള്ളം കയറി വരുന്നു, കടലിൽ നിന്ന് അടിക്കുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. അതിൻ്റെ അറ്റത്തിരിക്കുന്നതുണ്ടോ? ഞാൻ ആദ്യം വിചാരിച്ചത് പ്രതിമയായിരുന്നു. ഇപ്പുറത്ത് നിൽക്കുന്ന സാധനം എണീറ്റപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട, നമ്മൾ അടുത്തേക്ക് പോയാൽ അത് പറഞ്ഞു. ഈ വെള്ളം കണ്ടോ, നല്ല ക്ലിയർ വെള്ളമാണ്. നമുക്ക് അടിവശം കാണാം. വലിയ തണുപ്പില്ല അല്ലേ? സാധാരണ ഇതുപോലെയുള്ള ഏരിയകളിൽ യൂറോപ്പുകളിൽ പിന്നെ എന്താ പറയുക, ഈ സീ വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പായിരിക്കും. UK അങ്ങനെയാണ്, വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും. ഇറങ്ങി കുളിക്കാൻ നമ്മളൊന്ന് ഇറങ്ങിയൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലേ റെഡി ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ ഇവിടെ അത്ര തണുപ്പ് വെള്ളത്തിന് ഫീൽ ചെയ്തില്ല. പിന്നെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഏരിയകളൊന്നും നമ്മൾ കണ്ടില്ല. അതുപോലെ ആളുകളും അങ്ങനെ ഒന്നും ഇപ്പം നിലവിൽ ഇവിടെ ഇറങ്ങി കുളിക്കുന്നതൊന്നും അത്ര സേഫ് അല്ല. അങ്ങനത്തെ കാര്യം മുതിർന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ നേരെ തിരിച്ച് ഒയ്യ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലേക്ക് പോകണം. അത് ആ സ്റ്റെപ്പ് കയറി പോകണോ അതോ റോഡ് വഴി നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഈ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി മേലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ആ ബിൽഡിങ്സിൻ്റെ അടുത്തേക്കായിരിക്കും എത്തുക. ചില വഴികളൊക്കെ ക്ലോസ്ഡ് ആണ്, ഓരോ വീടിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഒക്കെ വഴികൾ. ആ കല്ലിൻ്റെ വോൾക്കാനോൻ്റെ ഒരു പകുതി അവർ അത് മൊത്തം കവർ ചെയ്യാതെ അതിൻ്റെ മേലെയും താഴെയും മാത്രമായിട്ട് സിമെൻറ്റ് ഇട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ആ പോർട്ടലെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് അടുത്ത് നമ്മൾ ആ റോഡ് മാർഗം പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോഡ് വഴി പോകാൻ പറ്റില്ല, അത് കുറച്ചും കൂടെ അധികം ദൂരമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒയ്യ ബസ് സ്റ്റാൻഡിലേക്ക് വെറും 800 മീറ്റർ അല്ല, ഏകദേശം 1 കിലോമീറ്ററിനടുത്ത്. നമുക്ക് എത്ര ദൂരം നടക്കാൻ കാണിക്കുന്നത്? 18 മിനിറ്റേ നടക്കാൻ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഭയങ്കര കയറ്റമാണ്. നമ്മൾ ഇറങ്ങിപ്പോയ കയറ്റം മൊത്തം നമ്മൾ തിരിച്ചു കയറണം. ഇതാണ് ആ കഴുതകളെ കൊണ്ടൊക്കെ ഇതാണ് അവർ ആ കഴുതേനെ അടിക്കുന്ന റോപ്പെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ കെട്ടുന്ന ആ സാധനം വെച്ച് കഴുതേനെ അടിച്ചത് ഇതായി.
നമ്മൾ ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കണം. പിന്നെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫിറയിലേക്കുള്ള ബസ് നമ്മൾ അവിടെ ഫിറ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഗേജിൻ്റെ മീൻസ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബസ് ഏതൊക്കെ ടൈമിലാണ് ഉള്ളത് എന്നുള്ളത്, തിരിച്ച് ഇവിടുന്ന് ഒയ്യെന്ന് ഫിറയിലേക്ക് എത്ര മണിക്കാണ് ബസ് ഉള്ളതെന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യാം. ഈ ഐക്കോണിക് ഡോമിൻ്റെ അടുത്ത്, ആ ഡോമൊന്ന് കാണിച്ച്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു സാൻറ്റോർണിയിൽ ഏറ്റവും കൂടുതൽ, അതായത് സാൻറ്റോർണിയിൽ ഒയ്യ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്തിരിക്കുന്ന റെക്കോർഡുള്ളൊരു സ്ഥലമാണ് ഈ 2 ഡോം കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്സ് ഇവിടെ നിന്നിട്ടാണ് കൂടുതലും സിംഗിളായിട്ടും കപ്പിളായിട്ടും ആൾക്കാർ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഒരാൾ പോലും ഇല്ലാതെ വന്ന് നിൽക്കുന്നത്. ഇത്രയും നല്ലൊരു വെതറിൽ ഇത്രയും അടിപൊളിയായിട്ട് ഇങ്ങനെ സാൻറ്റോർണി കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ഇതുണ്ടെന്ന്. അവർ എഴുതി വെച്ചിരിക്കുന്നതാണ് മൈൻഡ് ദ പീപ്പിൾ വെയിറ്റിംഗ് ബിഹൈൻഡ് യു, ഡു നോട്ട് സ്റ്റേ മോർ ദാൻ 5 minutes ഇഫ് ദർ ഇസ് എ ക്യൂ. അതായത് അങ്ങനെ 5 മിനിറ്റിലധികം നിൽക്കരുത് ഫോട്ടോ എടുക്കാൻ, അത്രയും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടാവും ഇതിൻ്റെ ബാക്കിലെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് പ്രയോറിറ്റി കൊടുക്കാനും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ലോക്കൽ ഫോട്ടോഗ്രാഫേഴ്സ് സാൻറ്റോർണിയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പിക്ചേഴ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, മീൻസ് അവർക്കുള്ള പ്രയോറിറ്റി കൊടുക്കണം എന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ, കാരണം ഇവിടെ അത്രയും ക്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അവിടെയാണ് ഒരാൾ പോലും ഇല്ലാതെ ഞങ്ങൾ 2 പേരും മാത്രം വന്ന് നിന്ന് കുറേ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ആദ്യം വന്നൊന്ന് ഫോട്ടോ എടുത്ത് പിന്നെ കാസിൽ വരെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഞങ്ങൾ ഇതിനടുത്ത് നിന്ന് കുറച്ചും കൂടെ ഫോട്ടോ എടുക്കും. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് റിഗ്രറ്റ് അടിക്കാൻ പാടില്ലല്ലോ നമ്മൾ ഇവിടുന്ന് മാക്സിമം ഫോട്ടോ എടുത്തില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസൊക്കെ. ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ സമയമായി, പോകണം. ഞങ്ങൾ വന്നിറങ്ങിയിട്ട് ഞങ്ങൾ ഫിറ എന്ന് പറയുന്ന ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തു. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഏരിയ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നമ്മൾ ബസ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരുവാണ് ചെയ്ത് ഒയ്യയിലേക്ക്. അങ്ങനെ നമ്മൾ ഒയ്യ മൊത്തം കറങ്ങി, ഒയ്യ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒയ്യേന്ന് തിരിച്ച് നമുക്ക് ഫിറയിലേക്ക് 3:50 ബസ്. പിന്നെ 3:50 ബസ്. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കടകൾ കണ്ടിരുന്നു ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നേരെ ഫിറ. അങ്ങനെ ഒയ്യയിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമുക്കൊരു WC ഉണ്ട്. പിന്നെ അവിടെ ബാത്റൂമിൽ പോകാൻ, ടോയ്ലറ്റിൽ പോകാനുള്ളവർക്ക് ഇവിടെ പോകാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. പീത്ത ബ്രെഡിൽ ഇവരുടെ തത്സിക്ക് പിന്നെ എന്താ പറയുക, കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പോർക്ക് മീറ്റൊക്കെ വെച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് റാപ്പ് ചെയ്ത് തരുന്ന ഒരു സാധനം. ആ പട്ടിക്കുട്ടൻ എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ട്, അവരതിനെ പെറ്റ് ചെയ്യുന്നു. പക്ഷെ അതെല്ലാവരുടെ അടുത്തും പോകണ്ട, നിൽക്കുന്നതൊക്കെ അതിന് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അത് ഞങ്ങളുടെ അടുത്ത് വന്ന് കുറേ നേരം കറങ്ങി തിരിഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. നമ്മളതിനെ എവിടെ കണ്ടതല്ലേ, അങ്ങ്. എന്നാൽ അതാ കഴിച്ചത്. കഴിച്ചു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു. ചെറുതായിട്ട് വയറ് നിറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ഇനി തിരിച്ച് പോകാനുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും എന്താ പറയുക ഫിറയിലേക്ക് എത്തി. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ സംഭവമാണല്ലോ. ഇവിടുന്ന് കോഫി നമ്മുടെ മറ്റേ ഇതും കിട്ടുമായിരിക്കുമോ, പൈ സ്പിനാച്ച്. വൈകുന്നേരം ആവുന്നല്ലേ ഉള്ളൂ, അറിയില്ല. അവിടെ കഫേ പോലെ കണ്ടു, വേണ്ട ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫിറയിലെത്തി. ഫിറയിൽ ഈ കടയൊന്നും നമ്മൾ ഇന്നലെ കണ്ടില്ലല്ലോ, ഇത് പൂട്ടിയായിരുന്നു അല്ലേ. അപ്പം നമ്മളിങ്ങനെ തിരിച്ചെത്തിയപ്പം ഒരു ഗ്രീക്ക് കല്യാണം. അതേ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും ദേ അവിടെ നിൽക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ചെക്കനും പെണ്ണുമൊക്കെ അവിടെ നിൽക്കുന്നു. നമുക്ക് അവരോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചൊക്കെ.
അങ്ങനെ ഒരു ഗ്രീക്ക് കല്യാണ പെണ്ണിനെയും ചെക്കനെയും ഉണ്ട്. രണ്ടുപേരുടെയും കല്യാണമാണെന്ന് തോന്നുന്നു അല്ലേ? രണ്ടുപേരുടെയും കല്യാണമാണെന്ന് തോന്നുന്നു. 2 ചെക്കനും 2 പെണ്ണും ഉണ്ട്. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ച ആ ഒരു സ്ഥലം നോക്കി നമ്മൾ പോവുകയാണ്. ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇപ്പോൾ കണ്ടു തീർന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ പുള്ളിക്കാരി നമ്മളെ എടുത്തുകൊണ്ട് അവരുടെ ഒരു വൈൻ സെലറീസ് കാണിച്ചു തന്നതാണ്. അണ്ടർഗ്രൗണ്ട് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന ഒരു സ്ഥലത്തെ അവർ അത് മാറ്റി അതിൻ്റെ അണ്ടർഗ്രൗണ്ട് അവർ ഒരു വൈൻ, അതായത് ഇവിടെ ഏകദേശം 6000 വൈൻസ് 650 ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ അവർ ഈ ലാസ്റ്റ് ഇതിൽ വൈനിനെ പറ്റി അറിയുന്നവർക്ക് ചിലപ്പം ഇത് കണ്ടാൽ അറിയുമായിരിക്കും. ഇത് വൈനിനെ പറ്റി എനിക്ക് കൂടുതൽ അത്ര പരിചയം ഇല്ല. ഇതാണ് കൂട്ടത്തിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതവർ കീപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. നമ്മളൊരിക്കലും ഗസ് ചെയ്യില്ല ഇതിൻ്റെ അടിയിൽ ഇത്രയും ഇതുണ്ടെന്ന്. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര ഒരു സംഭവമായിപ്പോയി. ഇതെല്ലാം വൈനാണ്. പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം ഞാൻ ആദ്യമേ ചോദിച്ചു, വീഡിയോ എടുക്കുന്നതിന് പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞു, ആദ്യം നീ കണ്ണും കൊണ്ട് കാണ്, എന്നിട്ട് നീ ഫോട്ടോ എടുക്കുക എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ആദ്യം നീ കണ്ണുകൊണ്ട് കാണണം, എന്നിട്ട് മാത്രം നീ ഫോട്ടോ എടുക്കണം എന്നാണ്. ഞാൻ ഡോർ അടയ്ക്കാൻ പറഞ്ഞത്, അടച്ചേക്കാം, പുള്ളിക്കാരി അടച്ചതായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഞാനും പുള്ളിക്കാരിയുടെ കൂടെ മേലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ല, പുള്ളിക്കാരി അടുത്ത് ഇല്ലാത്ത കളക്ഷൻ ഇല്ല, എല്ലാം ഉണ്ട്. അതായത് വിസ്കി, വോഡ്ക, എല്ലാ ഐറ്റവും ഉണ്ട്. ഇനി ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ സാന്റോറിനിയിൽ അമൃത് പോലും ഇവിടെ പുള്ളിക്കാരുടെ കളക്ഷനാണ്. അത് സെല്ല് ചെയ്യുകയും ചെയ്യും. ഏറ്റവും ഓൾഡസ്റ്റ് വൺ ആളുടെ കയ്യിലുള്ളത് ഇതാണ്. ഇത് ഡ്രിങ്കബിൾ അല്ലെന്നാണ് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം ആളോട് ചോദിച്ചു. ആൾ ഇത്രയും വൈനിനെ പറ്റി അറിവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതിനകത്ത് 2 കേവ് ഉണ്ട്. ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡീഹ്യൂമിഡിഫയർ ആണ്. ഇതിനകത്ത് ചൂടും ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ഡീഹ്യൂമിഡിഫയേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ വൈനാണ്. ഇവിടെ വൈൻ ടേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബോട്ടിൽസ് ഉണ്ടോ വൈനിൻ്റെ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സാധനം 1944 ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ വലിയ ഡീഹ്യൂമിഡിഫയറാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെയുള്ള ഓൾഡസ്റ്റ് വൈൻ ഏതാണെന്ന് വെച്ചാൽ പുള്ളിക്കാരി അത് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നോട് പറഞ്ഞു എടുത്ത വൈക്ക് പുള്ളിക്കാരി പറഞ്ഞു അത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? വൈന് കൂടുതലും ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു വൈന് കൂടുതലും പഴക്കം ഉണ്ടാകുമ്പോഴല്ലേ വൈന് പഴക്കം ഉണ്ടാകുമ്പോഴല്ലേ. No, this is dark. Go to the other one. It's the same brighter, redder. അപ്പോൾ ഞാൻ Okay, I'll see you upstairs. Yeah, thank you. Bye-bye. ഞാൻ എന്താ ചോദിച്ചത്, It's inside a 400 old cave and 10 meters under our garden. Kippos Wine Restaurant, അതായത് പേര്. Right at the center of the Fira town. This is a wine cellar, largest cellar. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ വൈന് നമ്മൾ പറഞ്ഞ എന്താ എന്ത് കഴിയുന്നോറും വീര്യം കൂടും എന്നാണ് പറയുന്നത്. പഴക്കം കൂടുന്തോറും വീഞ്ഞിന് വീര്യം കൂടും, അല്ലെങ്കിൽ വൈനിന് വീര്യം കൂടും എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ 1944 ഒരു വൈൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും മോസ്റ്റ് എക്സ്പെൻസീവ് വൺ. അത് ഇത്രയും കാലം ആയില്ലേ എന്നാണ്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു സ്പിരിറ്റ് അല്ല വൈനിന് നമ്മളെപ്പോലെ തന്നെ നമുക്കൊരു കാലാവധി ഉണ്ടല്ലോ, അതുപോലെ വൈനിന് ഒരു കാലാവധി ഉണ്ട്. അത് ഡ്രിങ്കബിൾ അല്ല. ഇത്ര വർഷം മിനിമം അതുണ്ടാക്കുമ്പോൾ ഇത്ര വർഷമുണ്ട്. കാരണം അതിലുള്ള ആൽക്കഹോൾ സ്പിരിറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ലേ. ഇപ്പം നമ്മൾ 60, 70 അല്ലെങ്കിൽ 40, 50 പിന്നെ എന്താ പറയണ്ടേ പെർസെൻറ്റേജ് ആൽക്കഹോളുള്ള ഡ്രിങ്ക് പോലെയല്ല ഇത് വൈനെന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പയർ ആവും. അത് ഡ്രിങ്കബിൾ അല്ല, നമുക്ക് ചുമ്മാ കളക്ഷനായിട്ട് കീപ്പ് ചെയ്യാം, അല്ലാതെ ഡ്രിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുള്ളിക്കാരി പറഞ്ഞത്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നൈസ് എന്താ പറയണ്ടേ കുറച്ച് അറിവുകൾ കിട്ടി. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു സ്വീറ്റ് വൈൻ ഉണ്ടോയെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ ചോദിച്ചു സോറി ടു ആസ്ക്, പക്ഷേ ഞാനൊരു സ്വീറ്റ് വൈന് നിങ്ങൾക്ക് ഉണ്ടോയെന്ന്. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇത്രയും വൈന് കണ്ടിട്ട് എങ്ങനെ എന്നോട് ചോദിക്കാൻ തോന്നുന്നു സ്വീറ്റ് വൈൻ ഇല്ലേന്ന്, നിങ്ങൾ ഇന്ത്യൻസ് പൊതുവേ സ്വീറ്റ് വൈനാണല്ലോ കുടിക്കുക എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു യെസ്, സ്വീറ്റ് വൈന് നമുക്ക് നോക്കാം, നമുക്കിനി മെനു നോക്കാം, എന്നിട്ട് സ്വീറ്റ് വൈൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും പുള്ളിക്കാർ കാണിച്ചു തന്നല്ലേ, അപ്പോൾ നമ്മളൊന്നും ട്രൈ ചെയ്തിരിക്കുന്നത് മോശമല്ലേ. അപ്പം നമുക്ക് ഇവരുടെ ഒരു വൈൻ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്തു. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. പുള്ളിക്കാരി എന്തൊക്കെയോ കൊണ്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളും കട്ട്ലറീസും പിന്നെ സോസുകളും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. താങ്ക് യു. അപ്പം ഇനി നമുക്ക് ഫുഡിന് വേണ്ടി പറ്റി ആ പ്ലേറ്റ് തന്നെ അടിപൊളിയാണ്, ഭയങ്കര സെറ്റ്. ആ പുള്ളിക്കാരിയാണ് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ് പണ്ട് ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടെ വീടായിരുന്നു. അപ്പോൾ അവർ അത് ഇങ്ങനെ ഒരു വൈൻ സെല്ലറിയും പിന്നെ ഒരു റെസ്റ്റോറൻറ്റും ആക്കിയെടുത്തു. അപ്പോൾ എന്തായിരിക്കും അല്ലേ ഈ സീസൺ ടൈമിൽ ഈ റെസ്റ്റോറൻറ്റിലെ ബിസി എന്ന് പറയുന്നത്. വൈനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ പാരഡൈസാണിത്. വൈൻ കുടിക്കുന്നവരുടെ പാരഡൈസ്. ഏത് വൈൻ വേണമെങ്കിലും ഇവിടെ കിട്ടും, ലോകത്തിലെ ഏത് വൈൻ വേണമെങ്കിലും ഇവിടെ കിട്ടും അല്ലേ. ലോകത്തിലെ നിങ്ങൾക്ക് ഏത് രാജ്യത്തെ ഏത് ടൈപ്പ് വൈൻ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവരുടെ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് പോയി നോക്കി വാങ്ങിക്കാം, രക്ഷയില്ല. അത് ഭയങ്കര സംഭവമായി. അങ്ങനെ ആ വൈൻ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. സാന്റോർണിയിലെ ആ സ്വീറ്റ് വൈൻ മോസ്റ്റ് സെല്ലിംഗ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. അതും പറഞ്ഞു ഇതും പറഞ്ഞല്ലോ. ആണോ? ഇവിടെ ഫ്രൂട്ട്സും പിന്നെ ഇതാണ്ടോ വൈനിൻ്റെ വലിയ ബോട്ടിൽസ് വെച്ചിട്ടുണ്ടോ. താങ്ക് യു. നമ്മുടെ സ്വീറ്റ് വൈൻ സാന്റോർണിയുടെ സ്പെഷ്യൽ സ്വീറ്റ് വൈൻ വന്നിട്ടുണ്ട്. സാന്റോർണിയിൽ തന്നെ ഇവിടുത്തെ വൈനറിയിൽ തന്നെ ഉണ്ടാക്കുന്ന വൈനാണ്. ഞങ്ങൾ രണ്ടുപേരും കുടിക്കില്ല, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ അവർ കൊണ്ടുപോയി അത് മൊത്തം കാണിച്ചു തന്നിട്ട് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് മേടിപ്പിച്ച ഐറ്റമാണ്. സ്വീറ്റ് വൈൻ ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് അതെടുത്തോളാൻ പറഞ്ഞത്. സോ നമുക്കത് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്, നമ്മുടെ വൈന്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾക്ക് ഇത്രയും മതിയായിരുന്നു, കാരണം ഞങ്ങൾ ഓൾറെഡി വൈകുന്നേരം കഴിച്ചിട്ട് വിശക്കുന്നില്ല. ഇത് തന്നെ മൊത്തം കഴിക്കാൻ പറ്റുമോ അറിയില്ല അല്ലേ. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അവരുടെ ഓൺ ദ ഹൗസ് ഒരു കോംപ്ലിമെൻ്ററി ഡെസേർട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നു. ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഇതാണ് ആ ലൈറ്റ് കാണുന്നത് മെനു ബോർഡാണ് കേട്ടോ. നമ്മൾ മെനു ചെക്ക് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഇപ്പോൾ കഴിച്ചിറങ്ങിയ ആ റെസ്റ്റോറൻറ്റ് അടിപൊളിയായിരുന്നു. നമുക്ക് കോംപ്ലിമെൻ്ററി ഡെസേർട്ടൊക്കെ കിട്ടി. പിന്നെ നല്ലതായിരുന്നു. സാന്റോർണിയിലെ ആ സ്പെഷ്യൽ വൈനും എല്ലാം നല്ലതായിരുന്നു. ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അടിപൊളി ആംബിയൻസിൽ നിങ്ങൾക്ക് ഒരു ഡിന്നർ പിന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ സാന്റോർണി ഫിറ. ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇനി വേറെ പഴയ പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് പോയൊരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങി. നാളെ ഉച്ചയ്ക്ക് 2:55 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഏകദേശം 1 മണിക്കൂർ മുന്നേ ഒക്കെ കയറിയാൽ മതി. ഇവിടെ അത്ര തിരക്കും ബഹളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓൾറെഡി നമ്മൾ ചെക്ക് ഇൻ ചെയ്തതാണ്. സോ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും, പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് വിടുക, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ നോക്കാം. നാളെ നമുക്ക് ലേറ്റായിട്ട് എണീറ്റാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യുക, നേരെ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ സാന്റോർണി എന്ന് പറയുന്ന ആ ബ്യൂട്ടിഫുൾ ഐലൻഡിനോട് നാളെ വിട പറയും. ബ്യൂട്ടിഫുൾ പ്ലേസ്. സാന്റോർണിയിൽ വരുന്നവർ ഫിറയാണ് മെയിൻ എന്താ പറയുന്ന ലൊക്കേഷൻ. മോസ്റ്റ്ലി ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും ആക്സസിബിൾ ഫിറ എന്നാണ്. അപ്പം
ഫിറയിലാണ് അക്കോമഡേഷൻ എടുക്കുന്നത് ഉണ്ടെങ്കിൽ ഒയ്യയിൽ പോവാം. ബസ്സിന് വെറും 2 യൂറോയേ ഉള്ളൂ. സീസൺ ടൈം ആണെങ്കിൽ കണ്ടിന്യൂസ് ബസ്സുണ്ട്. ഇനി സീസൺ ടൈം അല്ലെങ്കിലും ഇഷ്ടംപോലെ ബസ്സുണ്ട്. നമുക്ക് ഒരു ടൈമിൽ പോയി അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് അടുത്ത ബസ് വരുന്ന സമയമാകുമ്പോഴത്തേനും വീണ്ടും ബസ് സ്റ്റോപ്പിൽ വന്ന് നമുക്ക് തിരിച്ചു വരാം. അതുപോലെ ഈ സാന്റോറിനിയുടെ എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട്. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യുക. അതെ, ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. സാന്റോറിനിയിൽ നമുക്ക് എല്ലാ സ്ഥലവും കാണാം. ഇപ്പം ഞങ്ങൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ട് പോയാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാവിലെ ഒയ്യയിൽ പോയി അവിടെ എല്ലാം കണ്ട് ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേനും തിരിച്ച് ഫിറയിൽ വന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അടുത്ത സ്ഥലത്ത് പോയി അല്ലേ, അതും കണ്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വന്ന് റൂമിലെടുത്ത് മെയിൻ സാന്റോറിനിയിലെ മെയിൻ. കാരണം ഫിറേനേക്കാളും ബ്യൂട്ടിഫുള്ളും ഒയ്യാണ്, കുറച്ചും കൂടെ ആക്റ്റീവും ഒയ്യാണ്. ആ ഐക്കോണിക് ഡോംസും കാര്യങ്ങളും ഒക്കെ കാണണമെങ്കിൽ ഒയ്യയിൽ തന്നെ നമ്മൾ പോകണം. കുറച്ചും കൂടെ ഭംഗി ഒയ്യാണ്. അടുത്ത റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ശിവകാർത്തികേയൻ്റെ പരാശക്തി എന്ന് പറയുന്നൊരു മൂവി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ മൂവി കാണുന്നു. അങ്ങനെ സാന്റോറിനിയിലെ ലാസ്റ്റ് ഡേ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. മഴയാണ്. മഴ ഭയങ്കര ഒരു അത്ഭുത മഴ, കോമഡി മഴയാണ്. തൊട്ടപ്പുറത്ത് മഴയില്ല. കുറച്ച് നമ്മളിരിക്കുന്ന ഇതിൻ്റെ മേലെ കുറച്ച് ഭാഗത്ത് മാത്രം കാർമേഘം ഉണ്ട്, അവിടെ മാത്രം മഴ. അവിടെ തൊട്ടപ്പുറത്തുള്ള ഐലൻഡ്സിലും അതിൻ്റെ ഈ സാന്റോറിനിയുടെ തന്നെ അങ്ങേ അറ്റത്തുള്ള നമ്മൾ ഇന്നലെ പോയ ഒയ്യ എന്ന് പറയുന്ന ആ സ്ഥലത്തൊന്നും മഴയില്ല. നമ്മളിരിക്കുന്നിടത്ത് മാത്രം മഴ. നമ്മളിനി എയർപോർട്ടിലേക്ക് പോകണം. സമയമുണ്ട്, പക്ഷേ ചെക്കൗട്ട് 11 മണിക്കായതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ലേറ്റാക്കി 10 മണിയാക്കി. ഒരു 10 മണി 10:30 ആയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പം ബാഗ് ഇതൊക്കെ എടുത്ത് ഇറങ്ങി നമ്മൾ അവരുടെ തന്നെ സീറ്റിംഗ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വന്ന ആ പുള്ളിക്കാരിനെ അവിടെ കാണുന്നില്ല. സിമോണ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇവിടെ താഴെ ഇങ്ങോട്ടോ പോകണം. എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി അവർ സെറ്റാക്കാൻ വേണ്ടി താഴെ പോയതാണ്. അപ്പോൾ നമ്മൾ കീ കൊടുക്കണം. അതായത് നമ്മളിനി നേരെ എയർപോർട്ടിലേക്ക് 2:55 നമ്മുടെ ഫ്ലൈറ്റ്. സമയമുണ്ട്. 12:40 ഒരു ബസ്സുണ്ട് എയർപോർട്ടിലേക്ക്. നമ്മൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയിരിക്കുന്നത്. 11:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 12:40 ബസ്സുള്ളൂ. അതിന് പോയാൽ മതിയായിരിക്കും. കാരണം ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ ബസ്സിനെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പോയാലും നമ്മൾ ഒരു 2 മണിക്കൂർ മുന്നേ എയർപോർട്ടിലെത്തും. 2 മണിക്കൂർ മതി, 1.5-2 മണിക്കൂർ മതി നമുക്ക് എയർപോർട്ടിലെ സമയം. ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, നമ്മളെ കയറ്റി വിടുന്നു, അത്രേ ഉള്ളൂ. വേറെ ചെറിയ എയർപോർട്ടില്ല, അപ്പം ഡൊമസ്റ്റിക് എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എയർപോർട്ടിലേക്കുള്ള ബസ്സിന് ഇനിയും സമയമുണ്ട്. ഏകദേശം 40 മിനിറ്റ് മേലെ സമയമുണ്ട് നമുക്കിനി. എന്നാലും നല്ല വെയിലായതുകൊണ്ട് കുറച്ചും കൂടെ അതിലേ കണ്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. 12:40 ബസ്. നേരത്തെ നല്ല മഴയായിരുന്നു, കാർമേഘമൊക്കെ മാറി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. കുറച്ച് നേരം മഴ പെയ്താലും നല്ല കാറ്റുണ്ടെങ്കിൽ ആ കാർമേഘത്തെ എടുത്തുകൊണ്ട് പോയി പിന്നെ വേറെ എങ്ങോട്ടേലും പോയിക്കോളും. നമുക്ക് വെയിൽ കിട്ടും പെട്ടെന്ന്. അപ്പോൾ മഴയൊക്കെ കുറഞ്ഞ്, ആ മഴ പെയ്ത വെള്ളമാണെന്ന് തോന്നുന്നു മേളിന് ഒഴുകി വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പ് പൊട്ടിയത്. പിന്നെ അപ്പോൾ ഇപ്പോൾ ആ മഴ മൊത്തം മാറി നല്ല വെയിലായി. ഇനി ഇവിടെ ഇന്ന് വന്നിറങ്ങുന്നവർക്കൊക്കെ കാണാൻ വേണ്ടി പോകാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കാരണം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പണികളൊക്കെ കുറച്ചായിട്ട് തുടങ്ങി. അതായത് ഈ പറയുന്ന ചെടികളും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കുന്ന ആളുകളൊക്കെ അതൊക്കെ വെട്ടി വൃത്തിയാക്കാനും ഒക്കെ തുടങ്ങി. കാരണം ഇതിപ്പം ഫെബ്രുവരി പകുതിയായി. മാർച്ച് ഏപ്രിൽ ആദ്യം ആകുമ്പോഴത്തേനും മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ടൂറിസ്റ്റുകൾ വന്ന് കുറച്ചും കൂടെ വന്ന് തുടങ്ങും. ബിസി ആയി തുടങ്ങും. ഈ സ്ട്രീറ്റും ഈ കച്ചവടക്കാരും എല്ലാവരും ബിസി ആയി തുടങ്ങും. സോ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാനായി. റോഡ് സൈഡിലെ പണികളൊക്കെ ഇവർ തുടങ്ങി. ഏതാടി ഈ മുതൽ കൊള്ളാൻ തങ്ങൾ വിഷയത്തിൽ
ബ്രൈഡും ഗ്രൂമും നിൽക്കുന്നുണ്ട് നമ്മളവിടെ. നമുക്ക് ഇങ്ങനെ മ്യൂസിക് ഇടാം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒയ്യയിലേക്ക് പോയ അതേ ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ വീണ്ടും എത്തി എയർപോർട്ടിലേക്ക് പോകാൻ. എയർപോർട്ടിലേക്കുള്ള ബസ്സിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ വന്ന് കൺഫേം ചെയ്തു. സെയിം ടൈം തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൈം. അതുപോലെ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സിൻ്റെ ടൈം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് ടൈം കുറച്ച് മാറ്റമുണ്ട്. അത്ര കോൺസ്റ്റൻ്റായിട്ട് ബസ്സുകളില്ല. മീൻസ് എല്ലാ ഹാഫ് ആൻ അവറിലും ബസ്സുകളില്ല. എന്താ പറയുക, ഇപ്പം സീസൺ ടൈം ആണെങ്കിൽ എല്ലാ ഹാഫ് ആൻ അവറും ബസ് ഉണ്ടാവും. എപ്പോഴും ഇവിടുന്ന് ബസ്സുകളുണ്ടാവും ഓരോ സ്ഥലത്തേക്കും. ഇപ്പോൾ ഒരു മണിക്കൂർ ഇടവിട്ടൊക്കെയാണ് ബസ്സുള്ളത്. അപ്പോൾ അത് സമയം നോക്കി നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് വെറും 2 യൂറോയ്ക്കൊക്കെ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതാണ് ആ ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് സാന്റോർണിയിൽ എയർപോർട്ടിലേക്ക്. സെയിം 2 യൂറോ ഒരാൾക്ക് അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പം നമ്മൾ കുറച്ച് മണിക്കൂറിൽ നമ്മൾ സാന്റോർണിയോട് വിട പറയും. ഇതാണ് റോഡ്. നമുക്ക് അവിടുന്ന് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ബസ് ഉണ്ടായിരുന്നിരിക്കണം. നമ്മൾ പിന്നെ ഓൾറെഡി ടയേർഡായിരുന്നു. നമുക്ക് അറിയില്ല എവിടെ ബസ് എവിടുന്നാന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പിന്നെ ക്യാബ് എടുത്തിട്ട് ടാക്സി എടുത്തിട്ട് വന്നത്. പക്ഷെ അപ്പോൾ അത് 35 യൂറോസായി. ഇതിപ്പം ജസ്റ്റ് 4 യൂറോയ്ക്ക് 2 പേർക്കും കൂടെ പോകാൻ പറ്റും. ഇതൊക്കെ ഇവിടുത്തെ ടൗണുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് കാറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പെട്രോൾ പമ്പും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കാർ വാഷ്. ഇതെന്താ ഇത്? ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. പ്ലേ സ്കൂള്. ഇവിടുത്തെ സാന്റോർണിയിലെ പ്ലേ സ്കൂള്. അതിനെന്താ? ആണോ? ഹോട്ടലാണ് എല്ലായിടത്തും. ഇത് അഗെയിൻ ഒരു പെട്രോൾ പമ്പ്. ഇവിടെ എങ്ങനെ പെട്രോളിന് പൈസ? 1.9 യൂറോ. 1 യൂറോ 90 പെൻസ് അല്ലല്ലോ, സെൻസ്. ഇതൊരു ചേർച്ചാണ്. നമുക്കവിടെ ദൂരെ കാണാം മലകൾ. നല്ല പച്ചപ്പാണ് താഴേക്കൊക്കെ. മേലേക്ക് പച്ചപ്പിന് സ്ഥലമില്ല, ഫുള്ള് ഇതിട്ടിട്ട്. ഇവിടെയൊക്കെ നല്ല അവിടെ കാണുന്നത് കടല സൈഡ്. ഇവിടെയൊക്കെ ലോക്കലായിട്ടുള്ള ആൾക്കാർ, ടൂറിസ്റ്റുകളല്ല താമസിക്കുക. ലോക്കലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ മേലേക്കാണ് താമസിക്കുക. ബസ് സ്റ്റോപ്പ്, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഗ്രീസിൻ്റെ ഫ്ലാഗ്. ഇതൊരു ചേർച്ച്. എവിടെ നോക്കിയാലും ചേർച്ച് നമുക്ക് കാണാം. അതും ഇങ്ങനെ തന്നെയായിരിക്കും. ഈ 3 ബെല്ല് വന്നിട്ട് മിക്ക ചേർച്ചുകളുടെയും മേലെ ഇങ്ങനെ ഈ 3 ബെല്ലുള്ള ആ സാധനം ഉണ്ടാവും. ആ സംഭവം അവർ ചിലപ്പോൾ എല്ലായിടത്തും വേണ്ടതായിരിക്കും. അവിടെ ഒരു ചേർച്ച്. ചേർച്ച് ഇവിടെ ഇതെന്താ ഗ്രാനൈറ്റാ? നല്ല ഭംഗിയുണ്ട്. നല്ല പച്ചപ്പും ഹരിതാഭയാണ് സാന്റോർണിയിൽ. പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് ഉണങ്ങിയ സ്ഥലങ്ങളാണ്. ചിലപ്പോൾ അത് സീസണിൻ്റെ ആയിരിക്കും. അതാ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അതുമുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. ഇത് സാന്റോർണി, അതൊരു ഹോസ്പിറ്റലാണെന്ന്. COVID-19 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റിൻ്റെ ഇത് ഹോസ്പിറ്റൽ പോലെ. ഇതൊക്കെ ഹോസ്പിറ്റൽസാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എയർപോർട്ടിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ടൗണിലേക്ക് നമ്മളിപ്പോൾ എത്തി. എല്ലാം ഉണ്ട് കേട്ടോ.
ഇവിടെയൊക്കെ ഷോപ്സൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയൊക്കെയോ ഇവിടെയൊക്കെ നിറച്ച് കാറുകളും. ചോർച്ച് പറയുന്നുണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഇറങ്ങാൻ ആൾക്കാരെ വിളിച്ചു. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ്. സ്കൈ എക്സ്പ്രസിൻ്റെ GQ343 എന്ന് പറയുന്ന സെയിം പ്രൊപ്പല്ലർ ഫ്ലൈറ്റ്. ഇപ്പം നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം സ്കാൻ ചെയ്ത് നമ്മളകത്തേക്ക് കയറ്റി. 2:55 നമ്മുടെ ഫ്ലൈറ്റ്. കറക്റ്റ് ടൈമാണ്. കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതായത് സീറ്റ് 1 to 9 ആദ്യമേ വിടുന്നു, അത് കഴിഞ്ഞിട്ട് വിടുന്നു, അങ്ങനെ 9 to അത് കഴിഞ്ഞിട്ട് വിടുന്നു, അങ്ങനെ. ഇതാണ് നമ്മൾ പോകുന്ന ആ ഫ്ലൈറ്റ്. ആൾക്കാർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ATR വിമാനം തന്നെ. നമ്മൾ വിചാരിച്ചത് ATR ആയിരിക്കില്ലെന്നാണ്. മുന്നേ ഇവിടുന്ന് ATR അല്ലാത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് പറക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ആളുകൾ കുറവായതുകൊണ്ടും സീസൺ ടൈമൊന്നും അല്ലാത്തതുകൊണ്ടും ATR ഫ്ലൈറ്റ്സാണ് നമുക്കുള്ളത്. അപ്പം കൊള്ളാം. അങ്ങനെ സാന്റോർണി എന്ന് പറയുന്ന ആ കുഞ്ഞൻ ഐലൻഡിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഏതൻസ് എന്ന മെയിൻ ലാൻഡിലേക്ക്. സാന്റോർണി. ഇനി നമ്മൾ എപ്പോഴാണ് തിരിച്ചിങ്ങോട്ടേക്ക് വരിക അറിയില്ല, സാന്റോർണിയിലേക്ക്. മേ ബി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മൾ സാന്റോർണി വിസിറ്റ് ചെയ്യായിരിക്കും. അല്ല, നമ്മൾ യൂറോപ്യൻ ട്രിപ്പ് എന്തായാലും ഒരു ബൈക്ക് ട്രിപ്പൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ബൈക്കൊക്കെ എടുത്ത് ബൈക്കിംഗ് ലൈസൻസൊക്കെ എടുത്തതിന് ശേഷം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വരുമായിരിക്കും സാന്റോർണി ഒന്നുകൂടെ കവർ ചെയ്യാൻ, അല്ലേ?